എന്റെ പ്രിയപ്പെട്ട SSLC കുട്ടികളെ, നമുക്ക് SSLCയിൽ ഫുൾ A+ നേടണം. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ പൂവണിയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. അതിന് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ എന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾ പേടിക്കുന്നത് ഒരുപക്ഷെ മാത്തമാറ്റിക്സ് ആയിരിക്കും. മാത്സ് എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. എന്നാൽ 10ാം ക്ലാസ് മാത്സിനെ, SSLC മാത്സിനെ കൃത്യമായി ഒരു പ്ലാനിങ്ങോട് കൂടി സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ മാത്സിൽ ഭയങ്കര ടാലന്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ശരി, നിങ്ങൾക്ക് മാത്സിന് A+ നേടാൻ കഴിയും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത്. നമുക്ക് മാത്സിൽ 10ാം ക്ലാസ്സിൽ 11 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ആദ്യ ചാപ്റ്റർ സമാന്തര ശ്രേണി, അതായത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ മുതൽ 11ാമത്തെ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് സ്ഥിതിവിവര കണക്ക് എന്ന് വരെയുള്ള ചാപ്റ്റേഴ്സ്. അതിൽ ചെറുതും വലുതുമായി സിമ്പിൾ ആയിട്ടുള്ളതും ഒരു ആവറേജ് ലെവലുമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒരുപാടുണ്ട്. നമുക്കതിൽ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കോറായിട്ട് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് 80 മാർക്കിന്റെ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് 110 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഈ 80 മാർക്കിന്റെ എഴുത്ത് പരീക്ഷയിൽ നമ്മൾ 70 മാർക്ക് വരെ കിട്ടിക്കഴിഞ്ഞാൽ, ഇന്റേണൽ അതായത് CE മാർക്ക് 20 മാർക്ക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ 100ൽ 90 മാർക്കാവും. 100ൽ 90 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് A+ ആണ്. 100ൽ 90 മുതൽ 100 വരെ മാർക്കിനാണ് A+ എന്ന് പറയാം. അപ്പൊ ശരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് 80ൽ 70 മാർക്കിന് നേടുക എന്നുള്ള കാര്യമാണ് എഴുത്ത് പരീക്ഷയിൽ. ഇനി ഈ 70 മാർക്ക് നേടാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ടോട്ടൽ മാർക്ക് എത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക? 110 മാർക്കാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 110 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 70 മാർക്കിന്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ ഒരു കുട്ടിക്ക് A+ നേടാൻ കഴിയും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും നല്ല മാത്സിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾ മാത്രമല്ല SSLCയിൽ മാത്സിന് A+ നേടാറുള്ളത്. നല്ല പ്ലാനിങ്ങോട് കൂടി ഒരു വർഷം നല്ല പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുന്ന ഏതൊരു കുട്ടിക്കും മാത്സിന് A+ നേടാൻ കഴിയും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരെ അറിയില്ലെങ്കിൽ തന്നെയും ഒരുപക്ഷെ നിങ്ങൾക്ക് A+ലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാൽക്കുലേഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. ടാർഗറ്റിന്റെ യൂട്യൂബ് ചാനലിലൂടെ, ടാർഗറ്റ് ലേണിംഗ് ആപ്പിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആ ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ചാപ്റ്റർ ആണ് ശരിക്ക് ആദ്യ ചാപ്റ്ററായ സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് SSLC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം 14-15 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കും. നമ്മൾ മാർക്ക് സ്കോർ ചെയ്യേണ്ട 70ൽ 14 അല്ലെങ്കിൽ 15 മാർക്കോളം ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. അപ്പോ ഈ ചാപ്റ്ററിലെ സിമ്പിളായ ആശയങ്ങൾ, ഭയങ്കര ടഫായിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ തൽക്കാലം മാറ്റി വെക്കുക. സിമ്പിൾ ആയിട്ടുള്ള ആശയങ്ങൾ കൃത്യമായി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഷുവറാണ് മക്കളെ, നിങ്ങൾക്ക് SSLCയിൽ മാത്സിന് A+ ഉണ്ടാവും. ഓക്കെ, ഇനി ഓരോ ചാപ്റ്റർ വരുമ്പോഴും ഏതാണ് പഠിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരാം. ഓരോ ചാപ്റ്ററിൽ ഏതൊക്കെ പോയിന്റുകൾ പഠിക്കണം എന്നുള്ളത്. അപ്പോ SSLCക്ക് ഫുൾ A+ വാങ്ങാൻ, അതിന് മാത്സിന്റെ A+ എന്തായാലും 100% ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊള്ളുക. എന്തായാലും നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും.